സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഒരു ബോണ്ട തയ്യാറാക്കി കൊടുക്കാം. നമുക്ക് സോഡാപ്പൊടി ഒന്നും ചേർക്കാതെ തന്നെ നല്ല പഞ്ഞി പോലെയുള്ള ഗോതമ്പ് ബോണ്ട തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നമ്മൾ മാവ് കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ബോണ്ട തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പൊ നല്ല പഞ്ഞി പോലെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ബോണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ജീരകവും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ഒരു 5 മിനിറ്റ് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് കുറേശ്ശെയായിട്ടൊന്ന് മാവിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡ് നല്ലതുപോലെ ഒന്ന് വെന്ത് ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബോണ്ട റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.